1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 2:27 വായിക്കുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ കണ്ടോ? യേശു കർത്താവ്, ഇതെപ്പോഴും ഞാൻ പറയുന്ന വരിയാണ്. യേശു കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ജഡത്തെ കീഴടക്കിയിട്ട് ആത്മാവിൽ നമ്മളെ ഓരോ സെക്കൻഡ് ഉപദേശിച്ച് സ്വത്രം യേശുവിൻ്റെ ശബ്ദം കേട്ട് അതാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് നിറഞ്ഞാലേ ഇത് പറ്റൂ. കർത്താവ് അകത്ത് വന്നാലേ പറ്റൂ. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ മാനുഷികമാകുന്ന ഒന്നിലേക്കും അയാൾ വീഴുകയില്ല. ക്രിസ്തു യേശുവിൻ്റെ ശബ്ദം ഒന്നുകൂടെ 1 യോഹന്നാൻ 2:27 ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് എഫേസ്യർ ലേഖനത്തിലേക്ക് പോകാം. വായിച്ചേ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. നമ്മുടെ പേര് അഭിഷേകമുണ്ട്. അത് ആരുടെ അഭിഷേകമാണ്? ദൈവം തന്ന അഭിഷേകം, എപ്പോഴും ഉപദേശിക്കുന്ന അഭിഷേകം, പിന്നെ നമ്മൾ നേർ വഴിയിലൂടെ നടത്തുന്ന അഭിഷേകം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, എപ്പോഴും ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ വായിക്കുക 27. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാണ്. കണ്ടോ? കർത്താവിൻ്റെ അഭിഷേകം തന്നെ നമ്മളെ ഏതൊക്കെ വഴിയിൽ പോകുമ്പോഴും ഒരു ഉപദേശം തരും. എല്ലാ കാര്യത്തിലും ഒരു ഉപദേശം തരും. സ്തോത്രം. ആത്മാവ് നമ്മളെ ഉപദേശിക്കും. എങ്ങോട്ട് പോകണം, വേറെ ഒന്നുമല്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. ഒരു മനുഷ്യൻ്റെ പലരും പല അഭിപ്രായങ്ങളും പറയും. നമുക്ക് കേൾക്കേണ്ട ആരുടെ കാര്യമാണ്? ദൈവം എന്ത് പറയും? ഇതാണ്. മനുഷ്യർ ഓരോരോ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ കേട്ടാൽ പോക്കാകും. പക്ഷെ ദൈവത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്നാൽ, ദൈവത്തിൻ്റെ വാക്കിൽ നിന്നാൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നാൽ അതിനെന്ത് വേണം? അഭിഷേകം വേണം. അഭിഷേകത്തിന് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം പറഞ്ഞു തരാൻ പറ്റൂ. ഹല്ലേലൂയ. അഭിഷേകത്തിന് മാത്രമേ നമ്മളെ നേര് വഴിയിലൂടെ നടത്താൻ പറ്റൂ. അഭിഷേകത്തിന് മാത്രമേ ആ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ അകത്ത് ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഉപദേശിക്കുന്ന അഭിഷേകം, നേർ വഴിയിലൂടെ നടത്തുന്ന അഭിഷേകം. ഇന്ന് ഇതിനകത്ത് കടന്നു വന്ന മക്കൾ ആരും വെറുതെ വന്നവരല്ല. കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങനെ നിറയുക, അങ്ങയുടെ ശക്തിയെല്ലാം നിറയ്ക്കുക, അങ്ങയുടെ ആത്മാവിനെല്ലാം നിറയ്ക്കുക, എന്നെ ഉപദേശിക്കുക, ആത്മാവിൽ വളരുവാൻ വേണ്ടതായ ശക്തി എൻ്റെ മേൽ നിറയ്ക്കുക, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങേ അനുസരിച്ച് അങ്ങിൽ നിറഞ്ഞ് ജീവിക്കുവാൻ സ്വർഗ്ഗമേ എന്നെ സഹായിക്കണമേ. എഫേസ്യർ ലേഖനത്തിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിന്. 6:1 മുതലുള്ള വചനങ്ങൾ നമുക്ക് ആഴമായിട്ട് അറിയാമെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, ഇതെല്ലാം ആ ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കണമെങ്കിൽ ഒടുവിൽ, മക്കളെ, വേറെ ഒന്നുമല്ല, ഒടുവിൽ എൻ്റെ ശക്തിയില്ലാതെ നിനക്കൊരിക്കലും ഹല്ലേലൂയ. ഓ, കർത്താവിൻ്റെ ശക്തി നിറയും തോറും, കർത്താവിൻ്റെ കൃപ നിറയും തോറും, കർത്താവിൻ്റെ അഭിഷേകം നിറയും തോറും, കർത്താവിൻ്റെ ആത്മാവ് നിറയും തോറും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പരിശുദ്ധ ആത്മാവേ, എന്നിൽ നിറയുക, എൻ്റെ കെട്ടുകളെ പൊട്ടിക്കുക, എന്നെ ഉപദേശിക്കുക, സത്യത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിച്ച് പോകേണ്ടുന്ന വഴി എനിക്ക് നേരെ കാണിച്ചു തരിക. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം യോശുവയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അയാളുടെ മേലൊരു ശക്തിയെ, ആ ദൈവ മനുഷ്യൻ്റെ മേൽ ഒരു ശക്തിയെ പകർന്നു. എന്ത് ശക്തി? ഭയപ്പെടാതിരിക്കാൻ ഒരു ശക്തിയെ പകർന്നു. നീ ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കാ. ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കാൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. ഉറച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തി. ഭയത്തിൻ്റെ ശക്തിയല്ല യേശുവിൻ്റെ ശക്തി. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സുബോധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ശക്തിയുടെ ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ മേൽ പകർന്നത്. ഭയപ്പെടേണ്ട. ആ സ്തോത്രം. യോശുവയോട് പറഞ്ഞു, നീ ഉറച്ചു നില്ല്, ഭയപ്പെടേണ്ട കേട്ടോ മോനെ. ഒരുപാട് കാര്യങ്ങൾ നിന്നിലൂടെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് നിനക്ക് വേണ്ടത്, നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. നിന്നെ വിളിച്ച ദൈവം ആരെന്ന് നീ തിരിച്ചറിഞ്ഞ് ഉറച്ചു നിന്നാൽ, ഭൂമിയിൽ ഉറച്ചു നിന്ന് നമുക്ക് വേണ്ടി പിതാവ് ഏൽപ്പിച്ചതെല്ലാം പുത്രൻ നിവർത്തിയാക്കിയിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശു ക്രിസ്തു പറയുന്ന, മക്കളെ, ഉറച്ചു നില്ല്. ഹല്ലേലൂയ. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ 20-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ആവർത്തന പുസ്തകം 20-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. 20-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ, അതിനകത്ത് എഴുതിയിരിക്കുന്ന,
ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. കണ്ടോ, ദൈവത്തിന് സ്വാതന്ത്ര്യം. ഒട്ടുകില്ല കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എന്തിനു വേണ്ടി? ചില പടയേൽക്കാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ടല്ലേ? പോരാട്ടമുണ്ട്. പോരാട്ടമില്ലാതെ പോകാൻ പറ്റത്തില്ല. പോരാട്ടമുണ്ട്. പക്ഷേ ഈ പോരാട്ടത്തെ തകർക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ അത് തകരത്തില്ല. പിന്നെ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നത് വായിച്ചേ. ഇസ്രായേലേ കേൾക്കാ, ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, അധൈര്യപ്പെടരുത്, പേടിക്കരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, നടുങ്ങിപ്പോകരുത്. അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത്. അവരെ കണ്ട് ആരെ കണ്ട്? ശത്രുക്കളെ കണ്ട് ഭ്രമിക്കരുത്. സ്വത്രം. കാരണം എന്താ? ഉറച്ചു നിൽക്കാനാണ് ആര് വിളിച്ചത്? ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കാൻ. എന്തിനു വേണ്ടിയാണ്? ഉറച്ചു നിൽക്കുക. ഇവനെ കണ്ട് പേടിക്കാനല്ല, പ്രശ്നങ്ങളെ കണ്ട് പ്രതിസന്ധികളെ കണ്ട് പേടിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഉറച്ചു നിൽക്കാൻ. ബാക്കി എല്ലാവരും നോക്കിക്കൊള്ളും. ദൈവം, ഓ ഹല്ലേലൂയ, ദൈവം നോക്കിക്കൊള്ളും. ആമേൻ. ആ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ് നമ്മുടെ മേൽ തരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു. വായിച്ച് 3-4 വാക്യം. ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത്, നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. ഓ, അവരോട് പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വരികയാണ്. വെറുതെ അല്ല. എന്തിനെ? ഓ സ്തോത്രം. യുദ്ധം ചെയ്യുവാൻ. ആര് വരുന്നു? നമുക്കറിയാം. 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഇതാ ഒരുവൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ആരാ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്നത്? ദാവീദ് എന്ന ആ സ്തോത്രം മകൻ, ആ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവൻ. ധൈര്യമുണ്ടായിരുന്നു അല്ലേ? ഒന്ന്, ദാവീദിന് ധൈര്യം ഉണ്ടായിരുന്നു. എന്തിൻ്റെ ധൈര്യം? സ്തോത്രം. മറ്റേ ആൾ പൊക്കവും വണ്ണവും ആരോഗ്യവും പഠിത്തവും ആയുധാഭ്യാസം എല്ലാം ഉള്ളത്. പക്ഷെ അവർക്ക് തൻ്റെ കഴിവിലും തൻ്റെ മികവിലും തൻ്റെ പഠിത്തത്തിലും തൻ്റെ ജ്ഞാനത്തിലും ആണ് എന്തോന്ന് കഴിവ് തെളിയിച്ചത്. എന്നാൽ ഇയാളുടെ ആശ്രയവും ഇയാളുടെ ശക്തിയും ഇയാളുടെ ബലവും ആരാണ്? യേശുവാണ്. ആരുടെ? ഓ സ്തോത്രം. ദാവീദിൻ്റെ ബലവും ശക്തിയും അധികാരവും എല്ലാം ആരുടേത്? ദൈവത്തിൻ്റെത്. അതെല്ലാം ആരുടേതാണ്? ദൈവത്തിലാണ് ആശ്രയം, ദൈവത്തിലാണ് ശരണം, ദൈവത്തിൻ്റെ ബലമാണ്. ആ ബലവുമായി പടക്കളത്തിലേക്ക് സ്തോത്രം പ്രതീക്ഷയില്ലാത്ത നിലവാരത്തിൽ അവിടെ ഭയപ്പെട്ട് ഒരു കൂട്ടം പേർ പുറകോട്ട് പോകുന്നത് കാണുമ്പോൾ ഭയമില്ലാതെ ചങ്കൂറ്റത്തോടെ ഇറങ്ങിച്ചെന്ന് ഒരുവൻ. എന്താണ് ഇറങ്ങിച്ചെല്ലാൻ കാരണം? അവൻ്റെ മേൽ പകർന്നിരുന്ന അഭിഷേകം. ഓ ഹല്ലേലൂയ. അവൻ്റെ മേൽ പകർന്നിരുന്ന ശക്തി, ആ ദാവീദിൻ്റെ മേൽ പകർന്നിരുന്ന ആ കൃപാവരം, അത് ഭയത്തിൻ്റെതല്ല. പിന്നെന്തോ? ഭയമില്ലാത്തത്. എന്തിനെ നേരിടാൻ? യേശുവിൻ്റെ നാമത്തിൽ വഴിമാറടാന്ന് പറയാം. ഓ ഹല്ലേലൂയ. ഇന്നിതിനകത്തും ഓ സ്തോത്രം. പേടിച്ച് ഒതുങ്ങിയിരിക്കാനല്ല, വഴി മാറടാ എന്ന് പറയാൻ തക്കതായൊരു ശക്തി. പേടിച്ച് ഒതുങ്ങിയിരിക്കാനല്ല, അത് ഇത് കണ്ട് പേടിച്ച് ഒതുങ്ങിയിരിക്കാനല്ല. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവയെ ശാസിക്കാൻ, അവയെ തകർക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വായിച്ചേ. ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽക്കാൻ എടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കരുത്. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു. ഈ ഒരു വെളിപ്പാട് ദാവീദിന് ഉണ്ടായിരുന്നു. ദാവീദ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ളവരെന്ന് വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദ് പടക്കളത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, സകലരും പുറകോട്ട് പോവുകയാണ്. എന്നാൽ ഭയമില്ലാത്ത ഒരുത്തൻ ധൈര്യത്തോടെ ഇറങ്ങി ചെല്ലുകയാണ്. മറ്റുള്ളവർ തൻ്റെ കഴിവിൽ ആശ്രയിച്ചപ്പോൾ ദാവീദ് കഴിവിലല്ല ആശ്രയിച്ചത്, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് ഇതിനകത്ത് സ്തോത്രം, കഴിവിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിലത്രേ ആശ്രയിക്കേണ്ടത്. കഴിവിലല്ല, മിടുക്കിലല്ല, ജ്ഞാനത്തിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതൽ. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും ഹല്ലേലൂയ
ഓ ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലിനെ ഓ ഉടച്ചു കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലിനെ ഓ സ്തോത്രം തള്ളിയിടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവത്തെ ശരണമായി കാത്തിരിക്കുന്ന ഒരു പൈതലിനെ ഓ തകർത്ത് നശിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഹല്ലേലൂയ 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 ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. കാരണം എന്തറിയാമോ? ആശ്രയം ദൈവമാണെങ്കിൽ അവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് ആരായിരിക്കും? സർവശക്തനാകുന്ന ദൈവമായിരിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതലിനെ തള്ളിക്കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദാവീദിനെ തകർക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് എത്രത്തോളം നെഗറ്റീവ് വാക്കുകൾ അവിടെ പറയുമോ അത്രത്തോളം പടയേൽക്കാനായിട്ട് മുന്നോട്ട് പോയി. അവൻ നോക്കിയത് മുൻപിൽ നിൽക്കുന്ന ഗോലിയോത്തിൻ്റെ ശക്തിയല്ല, പിന്നെ 30 മുക്കോടി ദുർഭൂതങ്ങളെ തകർത്ത് ഉടയ്ക്കുവാൻ കഴിവുള്ള സർവശക്തനാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ച്, ആ വാക്കിൽ മുറുകെ പിടിച്ച്, ആ വചനത്തിൽ മുറുകെ പിടിച്ച്, ഓ ആമേൻ ആമേൻ ആമേൻ, ആ കൃപയിൽ ആശ്രയിച്ച്, ആ ശക്തിയിൽ ഓ സൈന്യത്തലല്ല, ശക്തിയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാ. ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ നോക്കുന്ന മനുഷ്യനെയാണ്, നമ്മൾ നോക്കുന്ന പ്രശ്നത്തിന്റെ വലിപ്പമാണ്. ദാവീദ് നോക്കിയ പ്രശ്നത്തിന്റെ വലിപ്പമല്ല, ആ മനുഷ്യൻ നോക്കിയ ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി, നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി, നമ്മൾ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് നോക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ശക്തി നോക്കിയില്ലേ? സ്തോത്രം. വീണ്ടും ഒന്ന്, അയാൾക്ക് ഭയമില്ലായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. 2, അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്തോന്ന് വിശ്വാസമുണ്ടായിരുന്നു? എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. ഇവൻ്റെ മുമ്പിൽ എന്നെ പിച്ചി ചിന്തി, എപ്പോഴും പറയേണ്ട ഒരു വരിയാണ്, ഇവൻ്റെ മുൻപിൽ എന്നെ പിച്ചി ചീന്തുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, പിന്നെയോ ഇവനെ പിച്ചി ചീന്തി എന്നെ അതിനകത്ത് നിന്ന് പുറത്തെടുത്ത് ജയാളിയാക്കി, ഓ ജയാളിയാക്കി, ജയാളിയാക്കി നടത്തുന്ന ദൈവത്തെയാണ്. ഓ ഹല്ലേലൂയ ആമേൻ. എന്നെ പിച്ചി ചിന്തുന്ന ദൈവമല്ല, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ജയത്തോടെ പുറത്തെടുക്കുന്ന ദൈവമാണ്. ഓ എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നുള്ള ഒരു വിശ്വാസം. 1, ഭയം വരരുത്. 2, വിശ്വാസം വേണം. എന്താ? നമുക്ക് യോശുവയെ നോക്കുമ്പോൾ യോശുവ കർത്താവ് വിളിച്ചിറക്കിയപ്പോൾ പറഞ്ഞു, മക്കളെ ഭയപ്പെടണ്ട, ഉറച്ചു നില്ല്, ധൈര്യപ്പെട്, ധൈര്യപ്പെട്. എന്താ കാര്യം? ദൈവം കൂടെയുണ്ട്. ധൈര്യപ്പെട്, ഉറച്ചു നില്ല്, ഉറച്ചു നിന്നാൽ മതി, പേടിക്കരുത്, ആടിപ്പോകരുത്, പേടിച്ച് പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? ധൈര്യപ്പെട്ട് ഉറച്ചു നിൽക്കണം. ഒരു ദൈവവൈതലിന് വേണ്ട ഗുണങ്ങളാണിത്. 1, ഒരു ധൈര്യം വേണം. പ്രശ്നങ്ങൾ വരില്ലെന്നല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇതാ ദാവീദിന് 1, ഭയമില്ലായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. 2, വിശ്വാസമുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസത്തോടെയാണ് ദാവീദ് എല്ലാം ചെയ്തതും പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു എന്നതും. മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്ന ആളല്ലായിരുന്നു ആര്? ഈ മനുഷ്യന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ, നീ അവനെ കീഴടക്കും. കണ്ടോ? നിനക്കെതിരെ വരുന്നവനെ നീ കീഴടക്കും, നീ കീറും അവനെ. ഓ നിന്നെ കീറുമെന്നല്ല, നീ അവനെ തകർത്ത് നിലം പരിച്ചാക്കും. ഓ നമുക്കെതിരെ വരുന്ന ഇരുട്ടിൻ്റെ പ്രശ്നങ്ങളെ അവ നമ്മെ കീഴടക്കുമെന്നല്ല, നാം ആത്മാവിൻ്റെ ബലത്തോടെ യേശുവിൻ നാമത്തിൽ അവയെ കീഴടക്കി. ഓ ജീസസ്, അവയെ കീഴടക്കി, അവയെ കീഴടക്കി. ആത്മാവിൻ്റെ ജയത്തോടെ പുറത്തു വരാൻ പോകും. നമ്മൾ അവയെ കീഴടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദാവീദ് കീഴടക്കി. ദാവീദ് ഗോലിയോത്തിൻ്റെ തല കയ്യിലും പിടിച്ച് കൊണ്ടുവരികയാണ്. കണ്ടോ? തന്നെ തകർക്കുമെന്ന് പറഞ്ഞ, തൻ്റെ ഇസ്രായേൽ ജനത്തെ തകർക്കുമെന്ന് പറഞ്ഞ പിശാചിൻ്റെ മണ്ഡലങ്ങളെ തൂക്കി കയ്യിലങ്ങെടുത്തു. ഇത്രയുള്ളവൻ്റെ ബലം കണ്ടോ? ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ഒരു വ്യക്തി ഉറച്ചു നിന്നപ്പോൾ പ്രശ്നമില്ലെന്നല്ല, പ്രശ്നങ്ങളേ ഉള്ളൂ, പ്രതിസന്ധികളേ ഉള്ളൂ. എല്ലാം മാറി ഒരു ദിവസവും കാണില്ല. ഒന്നല്ലെങ്കിൽ എല്ലാം മാറിയിട്ട് തിരിക്കാൻ നോക്കണ്ട. സ്വത്രം ഒന്നല്ലെങ്കിൽ ഒന്ന് കാണും, ഒരു രീതിയിലുള്ളതെങ്കിലും മറു രീതിയിൽ കാണും. പക്ഷെ അവയുടെ നടുവിലും ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. കൈവിട്ട് മാറിയിട്ട് പോകത്തില്ല. ഒരു രീതിയിലൂടെ മറു രീതിയിലൂടെ പ്രശ്നങ്ങൾ വരും. പക്ഷേ പ്രശ്നം പതുക്കെ ഓരോ സന്ദർഭവും കഴിയുമ്പോൾ വഴിമാറിപ്പോകും. പ്രശ്നത്തിന് നടുവിലുള്ള നമ്മളെ കർത്താവ് ഓരോ സെക്കൻഡും പണിത് തൻ്റെ കൈക്കിണങ്ങി ഒരു പാത്രമായി എന്ത് ചെയ്യും? പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നു, മക്കളെ പേടിക്കേണ്ട, കർത്താവിൻ്റെ ബലത്തിൽ ശക്തിപ്പെട്ടോ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീ
നീയല്ല, സർവശക്തനാകുന്ന ദൈവമത്രേ. അവിടുത്തെ അഭിഷേകം എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. അവിടുത്തെ ശക്തി എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. ശത്രുവിൻ്റെ പദ്ധതികളെ ആത്മാവിൽ കാണുവാനും അവയെ തകർക്കുവാനും ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് ജയത്തോടെ ഒരു ജയാളിയായി പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള എൻ്റെ കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. ആവർത്തന പുസ്തകം 31:21 വായിക്കുമ്പോൾ, പിന്നെ അവൻ നൂൻ്റെ മകനായ യോശുവയോട് ബലവും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. സ്തോത്ര. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ മോശയിലൂടെ എത്തിക്കുവാൻ ദൈവം പുറത്തു കൊണ്ടുവന്നു. പക്ഷേ മോശയുടെ ജീവിതത്തിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായ നിമിത്തം മോശ കനാൻ ദേശം കാണുവാനിടയെ എത്തിരുന്നില്ല. ദൂരെ നിന്നുകൊണ്ട് മോശ എത്തി നോക്കിയതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൂരെ നിന്ന് ദൈവം കാണിച്ചു കൊടുത്തു അല്ലേ മോശയ്ക്ക്. എന്നാൽ ചെന്ന് പോയത് ആരാ? യോശുവയെ കൊണ്ടെത്തിച്ചത്. അതിലെഴുതിക്കുന്ന വായിച്ച ആവർത്തന പുസ്തകം 31:23 വാക്യം വായിച്ച. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട് ബലവും ധൈര്യമുള്ളവനായിരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് ഇതിനകത്തുള്ള നമ്മോട് കൂടെ എൻ്റെ അപ്പൻ ഇരിക്കും. പേടിക്കണ്ട. സ്തോത്രം. എത്തിക്കേണ്ട വണ്ണം എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കുവാൻ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വാക്ക് മാറുകയില്ല. ആ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 1:6 മുതൽ അങ്ങോട്ട് 6-7 വാക്യം വായിക്കുമ്പോഴും എഴുതിയിരിക്കുന്നു, ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് വായിച്ചേ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർ കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശം വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി. നല്ല ഉറപ്പും വേണം, ധൈര്യവും വേണം. കർത്താവിൻ്റെ മക്കൾക്ക് ഉറപ്പും ധൈര്യവും വേണം. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും സ്തോത്രം. അതിനകത്ത് ദൈവമുണ്ട്. ദൈവം ഇല്ലാത്തൊരു പ്രതികൂലം ദൈവത്തിനില്ല. ദൈവം ഇല്ലാത്തൊരു സ്ഥലമില്ല. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്കകത്താണ് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. അടുത്ത വരി. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന്. ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. 1 ശമൂവേലിന്റെ പുസ്തകം 23:16 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 23:16 വായിക്കുമ്പോൾ അനന്തരം ശൗലിന്റെ മകനായി യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട. വായിച്ചേ. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ശൗലിന്റെ മകനാണ് ആര്? യോനാഥാൻ. ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ടത് മുതൽ അതുവരെ മക്കളെ മോനെ എന്നൊക്കെ വിളിച്ച് നിന്ന ശൗല് പെട്ടെന്ന് ടക്കനെ ഒറ്റ വരിയിൽ ആൾ മാറി. പിന്നെ ഇയാളെ കൊല്ലണമെന്നുള്ള പ്രാണങ്ങേ ഉള്ളൂ. ഈ മനുഷ്യനെ കൊല്ലണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. കാരണം ഇയാളുടെ പേര് താന്നു, ആരുടെ പേര് ഉയർന്നു? ഒറ്റ വരി. ഇയാളുടെ പേരിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചു. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. മല്ലനെ തകർത്തെറിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനമെല്ലാം തോളിലേറ്റി മുഴുവൻ ജനം ഒരുമിച്ച് പാടിയ ഗാനമാണ്. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ശൗൽ രാജാവ് ഇത് കേട്ടു. ഞാൻ 1000 എന്നോ? ഇന്നലെ വന്ന ഇവൻ 10,000 എന്നോ? കണ്ടോ? ദൈവത്തിന് സ്തോത്രം. 10,000 കൊല്ലണമെങ്കിൽ അവനുണ്ട് എന്തുണ്ട്? വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? വിശ്വാസമുണ്ട്. നീ ആരെന്നല്ല, എത്ര കാലമായെന്നല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എത്ര കാലമായെന്നല്ല, എങ്ങനെയെന്നല്ല, എവിടെയെന്നല്ല. സ്തോത്ര. ശൗലേ, നീ ഒരുപക്ഷെ രാജാവായിരിക്കാം, എന്നാൽ ദാവീദുണ്ടല്ലോ, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനാ. അവന് ഉറപ്പുണ്ട്, അവന് വിശ്വാസമുണ്ട്, അവന് വിളിച്ച ദൈവത്തിൽ ഒരു ഉറപ്പും ധൈര്യവും. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവത്തിൽ ഒരു ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരിടത്തും പരാജയപ്പെടാതെ കർത്താവ് നമ്മളെ ജയത്തോടെ അവിശ്വസ്തരാകരുത്. അവിശ്വാസം അവിടെ അവരോടും വരരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന് മഹത്വം. ശൗല് അന്ന് മുതൽ ആരെ കൊല്ലാൻ ഓടിക്കുകയാണ്? ദാവീദിനെ കൊല്ലാൻ ഓടിക്കുകയാണ്.
ധൈര്യപ്പെടുത്തുവാൻ, ദൈവത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ദൈവം കാണുകയാണ്. ആര് ധൈര്യപ്പെടുത്തുവാൻ? ദൈവത്തിൽ ധൈര്യപ്പെടുത്തുവാൻ. ദൈവത്തിന് സ്വത്രം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ദാവീദിന് വരുമ്പോൾ ദാവീദ് എൻ്റെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന ആളാണ്. ആര്? ദാവീദ്. ദാവീദിൻ്റെ ഹൃദയം, ഞാൻ ഇന്നലെയൊക്കെ രാത്രി ചിന്തിച്ചൊരു വരി ദാവീദിൻ്റെ ഹൃദയത്തെക്കുറിച്ചായിരുന്നു. ഓ, ഇങ്ങനൊരു ഹൃദയം. ഓ ജീസസ്, ഇന്നലെ ഒരുപാട് സമയം, എത്രയോ സമയം ഞാൻ ആ ഒരു വരി ചിന്തിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം, ഓ ആ മനുഷ്യൻ്റെ ഹൃദയം, ഓ ചുമ്മയാണോ എൻ്റെ അപ്പൻ ഇങ്ങനെ എൻ്റെ യേശുവിൻ്റെ ഹൃദയം എന്ന് പറയാൻ കാരണം? ഓ ദൈവത്തിന് സ്തോത്രം. ആ ഹൃദയം, അയ്യോ കർത്താവ് നമുക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ മനസ്സും ഹൃദയവും തരട്ടെ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് മഹത്വം. ആ ഹൃദയം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ ദാവീദിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ സ്തോത്രം, ആ മനുഷ്യൻ്റെ അകത്ത് എൻ്റെ ദൈവം പറയാനുള്ള കാരണം, ഓ ഇത്ര ആഴം നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ ശൗൽ രാജാവ് 1000 കൊന്നു എന്ന് കേട്ടപ്പോൾ, ദാവീദ് 10,000 കൊന്നു എന്ന് കേട്ടപ്പോൾ, ശൗൽ 1000 കൊന്നിട്ടുള്ളൂ എന്ന് കേട്ടപ്പോൾ, അന്ന് മുതൽ കൊല്ലാൻ വിരണ്ട് എങ്ങനെ കൊല്ലാം എന്ന് പദ്ധതി ഒരുക്കുമ്പോഴും, ഹല്ലേലൂയ, എന്ന് പദ്ധതി ഒരുക്കി പുറകെ നടക്കുമ്പോഴും ശൗലിൻ്റെ സകല നീക്കങ്ങളും കാട്ടിനകത്തിരിക്കുന്ന ദാവീദിനെ യോനാഥാൻ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യോ സ്തോത്രം, കർത്താവിൽ ധൈര്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനാകുന്ന ശൗലിൻ്റെ കയ്യിൽ നിന്നെ കിട്ടത്തില്ല. നീ ശൗലിൻ്റെ കയ്യിൽ കിട്ടാൻ നീ അവൻ്റെ കൈക്കകത്തല്ല ഇരിക്കുന്നത്, നീ എൻ്റെ ദൈവത്തിൻ്റെ കൈക്കകത്താണ് ഇരിക്കുന്നത്. പിശാചിനെ തൊടാൻ ഒരു ബോളല്ല നീ ക്രിസ്തുവിൻ്റെ കയ്യിൽ. ഓ സ്തോത്രം, ഒരു പൈതലത്രേ, നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓ ദാവീദിനെ ധൈര്യപ്പെടുത്തുവാൻ കാട്ടിനകത്ത് ആര് വന്നു? സ്തോത്രം, യോനാഥാൻ വന്നു. ഇന്ന് ഇതിനകത്ത് ചില മക്കളെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം കാണുകയാണ്. ചിലത് ഒതുങ്ങിയിരിക്കുന്ന, ഓ സ്തോത്രം, ഭാരപ്പെട്ട് വിഷമിച്ച് ഒതുങ്ങിയിരിക്കുന്ന ചില മക്കളെ കർത്താവിൽ ധൈര്യപ്പെടുത്താൻ, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇല്ല, ഓ സ്തോത്രം, നിന്നെ അവൻ തകർക്കത്തില്ലെന്ന് പറയാൻ, നിന്നെ അവന് ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറയാൻ. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇതിനകത്ത് ചിലരെ കണ്ടിരിക്കുകയാണ്. നീ ഒരു രാജാവാകും. ഓ നീ രാജാവാകാൻ പോകുന്നു. ആരാ പറഞ്ഞേ? യോനാഥാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ പറഞ്ഞേ. വായിച്ചേ. ഭയപ്പെടേണ്ട എൻ്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല. ഓ, നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ശൗലിന് നിന്നെ എന്ത് ചെയ്തില്ല? പിടിക്കാൻ നോക്കും, പിടി കിട്ടത്തില്ല. പിടിക്കാൻ നോക്കും, പിടി കിട്ടത്തില്ല. പിടിക്കാൻ നോക്കും, പിടി കിട്ടത്തില്ല. പിടിക്കാൻ നോക്കും, പിടിക്കാൻ നോക്കും, പിടി കിട്ടുകയില്ല. പിടിക്കാൻ നോക്കും, പിടി കിട്ടത്തില്ല. അർത്ഥം, പിടിക്കാൻ പലരും നോക്കും, പക്ഷെ പിടി നമ്മളെ, കാരണം നമ്മൾ ആരുടെ കയ്യിലാണ്? ഹല്ലേലൂയ. സ്തോത്രം. പിടിക്കാൻ നോക്കും, പിടി കിട്ടത്തില്ല. അടുത്ത വരി. നീ ഇസ്രായേലിന് രാജാവാകും. നീ ഇസ്രായേലിന് ആരാകും? നോക്കി, ശൗലിൻ്റെ മകനാകുന്ന യോനാഥാൻ്റെ വായിലൂടെ വന്ന വാക്ക് കണ്ടോ? നീ ഇസ്രായേലിന് അപ്പനാണ് ഇപ്പോൾ രാജാവായിരിക്കുന്നത്. നീ ഇസ്രായേലിന് രാജാവാകും. അടുത്ത്, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു. ഓ മതി, എൻ്റെ അപ്പനായ ശൗലിനും അറിയാം നീ എപ്പോഴായിരുന്നാലും ആരാകും, നീ രാജാവാകും. അതിനു മുമ്പേ നിന്നെ തട്ടാനുള്ള പരിപാടിയാണ്. പക്ഷേ തട്ടാൻ പറ്റത്തില്ല, നിന്നെ തകർക്കാൻ പറ്റത്തില്ല. വാഗ്ദത്തം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വാഗ്ദത്തം പ്രാപിക്കും മുമ്പേ, സമയമാകും മുമ്പേ, ആ സമയത്തിന് മുമ്പേ നിന്നെ തൊടാൻ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നടക്കും മുമ്പേ നിന്നെ തൊടാൻ കഴിയത്തില്ല, നിന്നെ തൊടാനോ തകർക്കാനോ കഴിയത്തില്ല. കാരണം നിന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ്. നിന്നെ വിളിച്ചത് എൻ്റെ ദൈവമാകയാൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് ധൈര്യപ്പെടുക. ഹല്ലേലൂയ. ഒരാലയം പണിയുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ അവിടെ കണ്ടോ, ധൈര്യമായിരിപ്പാ. 2 ദിനവൃത്താന്തം 15:7 പറയുന്നു, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങൾക്ക് പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകും.
ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. വായിച്ചേ 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. ഈ 2025 ആരംഭ മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കർത്താവ് പറയുന്നു, സ്തോത്രം, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലത്തെ തരുന്ന ഒരു വർഷമാണ്. നാളുകളായി 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 നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ആ പ്രവർത്തികൾക്ക്, ആ പ്രയത്നത്തിന് ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിന്റെ ഹിതമാണെങ്കിൽ, ക്രിസ്തുവിനുള്ളതാണെങ്കിൽ അത് നടക്കുന്ന നാളുകളാണിത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. വായിച്ചേ 2 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പേ. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തിക്ക് നിങ്ങളുടെ പ്രവൃത്തിക്ക് എന്തുണ്ടാകും? പ്രതിഫലമുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. പൈതലേ, നീ തളർന്നു പോകല്ലേ. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ടാകും. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ജീസസ്, ജീസസ്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. വായിച്ച രൂത്തിന്റെ പുസ്തകം സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. അതിന്റെ തൊട്ടു മുമ്പിലുള്ള വാക്യം വായിച്ചിട്ട് അവളോട് ബോബസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ. നമ്മൾ ആരുടെയൊക്കെ വന്നിരിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന്. പൂർണ്ണ പ്രതിഫലം എങ്ങനെ കിട്ടുന്നത്? പൂർണ്ണമായിട്ടുള്ളൊരു പ്രതിഫലം ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. രൂത്തിനോട് ബോബസ് പറയുകയാണ്, മോളെ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴെ, ഇസ്രായേലിന്റെ ദൈവമാകുന്ന യഹോവയുടെ ചിറകിൻ്റെ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്നു. എവിടെ ആശ്രയിച്ച് വന്നിരിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴ്. നമ്മൾ ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത് എവിടെയാണ് വന്നിരിക്കുന്നത്? എവിടെ വന്നിരിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടി അപ്പനെ കാണാൻ, അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ, ആ കൃപ പ്രാപിപ്പാൻ, ആ ശക്തി പ്രാപിപ്പാൻ, ആ ബലം പ്രാപിപ്പാൻ നമ്മൾ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെയും കർത്താവ് പറയുന്നു, മക്കളെ പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നീ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെയാണെങ്കിൽ, അർത്ഥം ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ചിറകിൻ്റെ മറവിലാണെങ്കിൽ, ഒരു ശക്തിക്കും വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. പിന്നെയോ അവയെ തകർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദാവീദ് കൊല്ലാൻ ആലോചിക്കുമ്പോഴും യോനാഥാനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെന്ന് ദാവീദിനെ ബലപ്പെടുത്തുകയാണ്, കർത്താവിൽ ബലപ്പെടുത്തുകയാണ്. ധൈര്യമായിരിക്കുക, ഉറപ്പോടെ ഇരിക്കുക. നിന്നെ എൻ്റെ അപ്പനായ ശൗലിന് തൊടുവാൻ പറ്റത്തില്ല. അവൻ്റെ കയ്യിൽ നീ വീഴത്തില്ല, അവൻ്റെ കയ്യിൽ നീ അകപ്പെടത്തില്ല, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. പിന്നെയോ സ്തോത്രം, ഹല്ലേലൂയ, നീ രാജാവായി മാറിയിരിക്കും. രാജാവായി മാറിയിരിക്കും. നിന്റെ പേരിൽ വാഗ്ദത്തമുണ്ട്, നിന്റെ പേരിൽ വിളിയുണ്ട്, നിന്റെ പേരിൽ തെരഞ്ഞെടുപ്പുണ്ട്, നിന്റെ പേരിൽ വിളിയുണ്ട്. നിനക്കൊരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ള പൈതലിനെ ശൗലിന് പിടികിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു വാഗ്ദത്തം നിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും പിടികിട്ടുകയില്ല. അതുവരെ ദൈവം നടത്തി അതത് സമയത്ത് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പൈതങ്ങളെ, രൂത്തിനോട് ബോവസ് പറയുന്നൊരു വരിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക്, ആരുടെ ചിറകിന്റെ കീഴെ? മനുഷ്യന്റെ അല്ല, ലോകത്തിന്റെ അല്ല, ഇരുട്ടിന്റെ അല്ല. സ്തോത്രം. പിന്നെയോ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ നമ്മൾ ആശ്രയിച്ച് വന്നിരിക്കുന്ന ആരുടെ ചിറകിന്റെ കീഴെ? എൻ്റെ അപ്പന്റെ ചിറകിന്റെ. ഒന്നുകൂടെ വായിച്ച വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കും നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 1:16 വായിക്കുമ്പോൾ അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം.
ഹല്ലേലൂയ. രൂത്ത് തൻ്റെ അമ്മാവിമ്മയോട് പറയുന്ന വാക്കാണ്. അതിന് രൂത്ത് നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, കർത്താവ് എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, ശത്രുവിനെ കണ്ടു കിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യുന്ന നാളുകളാണ് ഈ നാളുകൾ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അപ്പൻ്റെ മുൻപിൽ ആ ചിറകിൻ്റെ നിഴയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പൈതലെ, നിന്നെ വിടുന്ന ദൈവമല്ല, നിന്നെ മാറ്റി വിടുന്നൊരു ദൈവമല്ല. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. ശക്തിപ്പെട്ടോ. പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളായിരിക്കാം, പേടിക്കേണ്ട. അവയുടെ നടുവിൽ നിന്റെ പേരിൽ ശക്തിയുണ്ട്. എല്ലാം ഉപദേശിക്കുന്ന ശക്തി, ബലപ്പെടുത്തുന്ന ശക്തി, പൊട്ടിക്കുന്ന ശക്തി. ശത്രുവിന്റെ കയ്യിൽ നീ വീഴുകയില്ല, ശത്രുവിന്റെ കയ്യിൽ നീ വീഴുകയില്ല. ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല. നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവേറ്റുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. വാഗ്ദത്തം അതുപോലെ ദൈവം നിറവേറ്റിയിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് ഇതിനകത്ത് കർത്താവിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന പൈതലെ, സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ 57-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ അവിടുത്തെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ആപത്തുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്, ഇല്ലെന്നല്ല. അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പക്ഷേ അത് ഒഴിഞ്ഞു പോകുമ്പോഴും, അത് മാറിപ്പോകുമ്പോഴും, ആ കൃപയ്ക്കകത്ത്, ആ സാന്നിധ്യത്തിനകത്ത്, ആ ശക്തിക്കകത്ത്, ആ അഭിഷേകത്തിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. ജീസസ് മറഞ്ഞിരിക്കുകയാണ്. യേശുവിൻ നാമത്തിലുള്ള വിടുതൽ സംഭവിക്കുന്നു. ഇതിനകത്ത് പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല. അവയുടെ നടുവിലും നാം മറഞ്ഞിരിക്കുന്ന പൈതങ്ങളത്രേ. ഹല്ലേലൂയ. വായിച്ച സങ്കീർത്തനം വായിച്ച 57-1 വായിച്ച്. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്റെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഞാൻ നിന്റെ ചിറകിനിൽ ശരണം പ്രാപിക്കുന്നു. കണ്ടോ, ശരണം പ്രാപിക്കുന്നു. ആമേൻ. ആ ചിറകിന്റെ കീഴിൽ ഒരു ശക്തിക്ക് പിടിക്കാൻ പറ്റത്തില്ല. യോനാഥൻ ധൈര്യപ്പെടുത്തിയൊരു വാക്കുണ്ട്, കർത്താവിൽ ധൈര്യപ്പെടുത്തിയൊരു വാക്ക് കണ്ടോ. ഹല്ലേലൂയ. നിന്നെ എൻ്റെ അപ്പനായ ശൗലിന്റെ കയ്യിൽ കിട്ടത്തില്ല, കിട്ടത്തില്ല. ശത്രുവിന്റെ കയ്യിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നീ രാജാവാകും. ആ വാഗ്ദത്തം നിറവേറും. ദൈവം നിനക്ക് വച്ചിരിക്കുന്ന വാഗ്ദത്തം നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ. കർത്താവ് ഒരുപാട് നാളോട് പ്രാർത്ഥിക്കുന്നു, അപ്പ എന്താകുമെന്ന് നീ ഭാരപ്പെടുന്നു. പക്ഷേ ദൈവം നിനക്ക് വെച്ചിട്ടുള്ളത് അതത് സമയത്ത്. ആമേൻ, ആമേൻ. അതെ 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 അതത് സമയത്ത്, അതത് സമയത്ത്, അതത് സമയത്ത്, അതത് സമയത്ത്, അതത് സമയത്ത് ചെയ്തു തരുവാൻ ഈ ദൈവം മതിയായവന്. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല. നോക്കിയേ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച. അപ്പോൾ കർത്താവിൻ്റെ വേലക്കാരെ ശുശ്രൂഷിച്ചത് ആരുടെ നാമത്തോട് ചിലത് കാണിക്കുകയാണ്? അല്ലാതെ അവരോടാണോ കാണിച്ചത്? പിന്നെ ആരോടുള്ള ഇതുകൊണ്ടാണ്? ഒരു ദൈവവേലക്കാരോടുള്ള ആ ഒരു ബന്ധം, എന്ത് കാര്യം ചെയ്താലും അവരുടെ കൂടെ അവർക്ക് എന്ത് ചെയ്താലും ശരി, അത് ആരോട് കാണിച്ചതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും അവരോ എന്നേ ചിന്തിക്കും. പക്ഷേ അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് വായിച്ച് എബ്രായർക്ക് ലേഖനം 6-10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ. കണ്ടു, 2 വാക്ക് നമ്മൾ മറന്നുപോലെ. സ്തോത്രം. എന്ത് ചെയ്താലും ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർ എന്ത് അവർക്ക് വേണ്ടി ചെയ്താലും എന്താണ്? ശുശ്രൂഷയാണ്. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. അവരോട് ചെയ്തത് ആരുടെ നാമത്തോട് കാണിച്ചതാണ്? കണ്ടോ, തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം. അപ്പം ശുശ്രൂഷകർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ
അത് ദൈവം പറയുകയാണ്, തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം കൊണ്ടാണ് അതെന്ത് ചെയ്തത്. വന്ന ആളിൻ്റെ സ്നേഹം കൊണ്ടല്ല, ശുശ്രൂഷിച്ച ദൈവ വേലക്കാരുടെ സ്നേഹം കൊണ്ടല്ല, പിന്നെ ആരുടെ സ്നേഹം കൊണ്ട്? ഇതിനാണ് ദൈവം പ്രതിഫലം നോക്കുന്നത്. കണ്ടോ, മറന്നു കളയാത്തത് ഏതിനാണ്? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും മറക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ദൈവത്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്താൽ ആ ദൈവവേലക്കാർ ദൈവമല്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുഖം നോക്കിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓ ആമേൻ 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 ആമേൻ. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. അവരെ കണ്ടിട്ടല്ല, ഹല്ലേലൂയ. പിന്നെ എൻ്റെ ദൈവത്തെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ടോ, ആരെ കണ്ടിട്ട്? ദൈവത്തെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറന്നു കളയാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ള ദൈവമല്ല. ഒന്നുകൂടെ വായിച്ചേ. തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല. കണ്ടോ, മറക്കാത്തൊരു ദൈവം നമുക്കുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. മറക്കാത്ത, കൂടെ ഇരിക്കുന്ന, എപ്പോഴും നടക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നോട് നിങ്ങളോട് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. അമിതബലത്തിൽ ശക്തിപ്പെട്ടോ, കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടോ. കർത്താവ് ആലോചനക്കാരനായി യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ നേരത്തെ കേട്ടു 2:27 കർത്താവ് ഉപദേശിച്ച് തരും. കർത്താവിൽ വളരുവാൻ, കർത്താവിൽ നടക്കുവാൻ ഉപദേശിച്ച് തരും. പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുന്ന പൈതനെ നീ കാട്ടിനകത്തിരിക്കുമ്പോഴും ഹല്ലേലൂയ ആത്മാവ് നിനക്ക് പറഞ്ഞു തരും. ദാവീദ് കാട്ടിലിരിക്കുമ്പോൾ യോനാഥാനിലൂടെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ഏതൊക്കെ ഭാഗത്താകുമ്പോഴും ഓ ശൗലിൻ്റെ കയ്യിൽ നിന്നെ കിട്ടുകയില്ല. നീ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിന്റെ ആശ്രയ ദൈവമാണ്, നിന്റെ ശരണം ദൈവമാണ്. കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവനെ ഓ തള്ളിക്കളയുന്നൊരു ദൈവമല്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോ. കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന പൈതലിനെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഓ കൂടെ നടക്കുന്ന ഒരു ദൈവമത്രേ ആ ദൈവം. ആ ദൈവം വിശ്വസ്തനത്രേ. ആ ദൈവം വിടുവിക്കുവാൻ മതിയായവനത്രേ. ദാനിയേലിന്റെ പുസ്തകം 10:19 വായിക്കുമ്പോൾ, ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് ദാനിയേലേ, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. ദാവീദിനെ ബലപ്പെടുത്തി, ദാവീദിനെ ധൈര്യപ്പെടുത്തി. ശത്രുവിൻ്റെ കയ്യിൽ നിന്നെ കിട്ടത്തില്ല. വരിവിടല്ലേ, ശത്രുവിൻ്റെ കയ്യിൽ നിന്നെ കിട്ടത്തില്ല. നീ കർത്താവിൻ്റെ കയ്യിലാണ്. ഓ രൂത്തിനോട് ബോവസ് പറഞ്ഞു, നീ ആരുടെ നിഴലിൻ കീഴിലാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്? ഓ സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഓ നീ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അത്യുന്നതന്റെ മറവിൽ, ആ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം, ഹല്ലേലൂയ, പൂർണ്ണ പ്രതിഫലം തരും. ഈ 2025 പൂർണ്ണ പ്രതിഫലത്തിൻ്റെ നാളുകളാണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം ഓ പ്രാർത്ഥിച്ചു, കരഞ്ഞു, എൻ്റെ ദൈവം എന്താകുമെന്ന്. പക്ഷേ കർത്താവിന് ഹിതമുള്ളതാണ് ഓ പ്രാർത്ഥിച്ചിട്ടുള്ളതെങ്കിൽ അത് വൈകിപ്പോകത്തില്ല. അതത് സമയത്ത്, ആ സമയം 2025 ആണെങ്കിൽ ആ 2025 തന്നെ കൈവിടുന്നൊരു ദൈവമല്ല. ഓ കർത്താവിൽ ആശ്രയിക്കുന്ന പൈതല് മാറ്റിവിടുന്നൊരു ദൈവമല്ല. ഓ തള്ളി മാറ്റുന്നൊരു ദൈവമല്ല. അതത് സമയത്ത് ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവം കൂടെ ഇരുന്ന് നമ്മെ നടത്തുവാൻ മതിയവനാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിലാണ് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ കൂടെയൊക്കെ പോയാലും ഒന്നും നടക്കത്തില്ല. ശത്രു തൊടാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. പ്രതിഫലം കിട്ടുമോ? ഇല്ലേ? ഉണ്ട്. എല്ലായിടത്തും കർത്താവ് നമുക്ക് തരേണ്ടത് കർത്താവ് തരും. അതത് സമയത്ത് ദാവീദ് കർത്താവിലായിരുന്നു. അവൻ ഒരിടത്തും പേടിച്ചില്ല, ധൈര്യപ്പെട്ടു, ഉറച്ചു കണ്ടോ. ഒട്ടുമില്ല, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുമേ. ദാവീദ് ശക്തിപ്പെട്ടു, ധൈര്യപ്പെട്ടു, വിശ്വസിച്ചു, ഉറച്ചു നിന്നു. ഗോലിയത്തിൻ്റെ തല തൻ്റെ കയ്യിൽ കെട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ഉറച്ചു നിന്നു. രാജാവാകുമെന്ന് സ്തോത്രം വാക്കിൽ ഉറച്ചു നിന്നു, ദൈവത്തിൽ ഉറച്ചു നിന്നു. അതുപോലെ വാഗ്ദത്തം നിറവേറി. സ്തോത്രം. ഇന്ന് ഇതിനകത്ത് വാഗ്ദത്തം ചെയ്ത കർത്താവ് വാക്ക് മാറാത്തവൻ.